Hi guys, welcome to Polytech. നമ്മളെല്ലാവരും വീഡിയോ റെക്കോർഡ് ചെയ്യുന്നവരായിരിക്കും. വളരെ നന്നായി വീഡിയോ റെക്കോർഡ് ചെയ്യാനും അതുപോലെ തന്നെ ഹൈ ക്വാളിറ്റി ക്യാമറാസൊക്കെ അവൈലബിൾ ആയ ഫോണിൽ നിന്ന് നമുക്ക് വളരെ സുന്ദരമായ വീഡിയോസ് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. പക്ഷേ പലപ്പോഴും എന്താ സംഭവിക്കുന്നത്, നമ്മളെ ഓഡിയോ അത്ര നന്നായിട്ടുണ്ടാവില്ല. അതിൽ കാരണം ഇൻബിൽറ്റ് ആയിട്ടുള്ള മൈക്രോഫോണാണ് അധികം പേരും സ്മാർട്ട് ഫോണിൽ ഉപയോഗിക്കുമ്പോൾ ചെയ്യാറ്. പ്രൊഫഷണലായിട്ട് ചെയ്യുന്നവർ തീർച്ചയായിട്ടും മൈക്രോഫോണൊക്കെ ഉപയോഗിച്ചിട്ട് മാത്രമേ വോയിസ് റെക്കോർഡ് ചെയ്യുള്ളൂ. പക്ഷേ പലപ്പോഴും മൈക്കിനെ പറ്റിയിട്ട് പലരും ഓർക്കാറില്ല. കാരണം ബിൽറ്റിൻ മൈക്ക് ഉണ്ടല്ലോ, അതുകൊണ്ട് അത് മതി എന്നുള്ള രീതിയിലായിരിക്കും പലരും ചിന്തിക്കുന്നുണ്ടാവുക. എന്നാൽ വളരെ വില കുറഞ്ഞ ബഡ്ജറ്റ് റേഞ്ചിലുള്ള മൈക്ക് ഉപയോഗിച്ചാണെങ്കിൽ പോലും ഒരു എക്സ്റ്റേണൽ മൈക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ആ വീഡിയോ ക്വാളിറ്റി നമുക്ക് വളരെ ഇമ്പ്രൂവ് ആയിട്ട് തോന്നും. അങ്ങനെയുള്ളൊരു ഡിവൈസിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിനെ അൺബോക്സ് ചെയ്യാം. ബോയ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ മൈക്രോഫോണാണിത്. ഒരു ചൈനീസ് ബ്രാൻഡാണ്. എന്നാൽ ആമസോണിലേക്ക് വളരെ നല്ല റേറ്റിംഗ് ഉള്ള, യൂട്യൂബിലൊക്കെ ഒരുപാട് ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു മൈക്കാണിത്. പ്രൈസ് റേഞ്ച് നോക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ ക്വാളിറ്റി ഓഫ് റെക്കോർഡിംഗ് എന്ന് പറയുന്നത് വളരെ മികച്ചതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നല്ലൊരു ഓഡിയോ ക്വാളിറ്റി ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഡിവൈസ് കണ്ണും പൂട്ടി വാങ്ങാവുന്നതാണ്. വളരെ സിമ്പിളായ ഒരു പാക്കിംഗ് ആണ്. അതിൻ്റെ ബാക്ക് സൈഡ് ഇതിൻ്റെ ഫീച്ചേഴ്സും അതുപോലെ സ്പെസിഫിക്കേഷനും ഒക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതൊരു ആംനി ഡയറക്ഷണൽ മൈക്രോഫോണാണ്. അതായത് ചുറ്റുപാടുള്ള സൗണ്ടൊക്കെ ക്യാപ്ചർ ചെയ്യുന്ന രീതിയിലുള്ള മൈക്രോഫോണാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു യൂസർ മാനുവലാണ് കിട്ടുന്നുള്ളത്. യൂസർ മാനുവലിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത് പ്ലഗ് ആൻഡ് പ്ലേ ആയിട്ടുള്ള ഒരു സാധനമാണ്. പിന്നെ ഒരു വാറണ്ടി കാർഡും. ഇത് ക്യാരിങ് പൗച്ചിൻ്റെ അകത്തായിട്ടാണ് വരുന്നുള്ളത്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു ക്യാരിങ് പൗച്ചാണ്. ലേബൽ ക്ലിപ്പാണ്. നമുക്ക് നമ്മൾ ടീഷർട്ടിലോ ഷർട്ടിലോ എവിടെയെങ്കിലും ക്ലിപ്പ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്ലിപ്പ് ഉപയോഗിക്കുന്നുള്ളത്. പിന്നെ അതിൻ്റെ കൂടെയുള്ളത് LR44 എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ബാറ്ററിയാണ്. ക്യാമറയുമായി ഘടിപ്പിക്കുമ്പോഴാണ് ഈ ബാറ്ററിയുടെ ആവശ്യം വരുന്നത്. സ്മാർട്ട് ഫോണിലോ ലാപ്ടോപ്പിലോ ഉപയോഗിക്കുമ്പോൾ ഈ ബാറ്ററിൻ്റെ ആവശ്യം ഇല്ല. ഇത് വിൻഡ് സ്ക്രീനാണ്. പിന്നെ ഒരു 1/4 ഇഞ്ച് ജാക്കുമാണ് ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ളത്. ഇത്രയും സാധനങ്ങളാണ് ഇതിൻ്റെ കൂടെ വരുന്നുള്ളത്. ഇതാണ് നമ്മുടെ ബോയ മൈക്ക്. 3.5 mm ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ജാക്കാണ്. ഇവിടെ ഇതുപോലെ ഒരു ക്ലിപ്പുണ്ട്. നമ്മൾ ബെൽറ്റിലോ മറ്റോ ക്ലിപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഇത്. ഇതാണ് ഇതിൻ്റെ മൈക്ക്. ഇതിൻ്റെ ലേബൽ ക്ലിപ്പ് ഫിക്സ് ചെയ്യുന്നത് ഈ ഭാഗത്ത് വെച്ചാണ്. അതിന് ചെറിയൊരു കട്ടൗട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ വെച്ചിട്ട് ചെറുതായി ഒന്ന് പ്രസ് ചെയ്താൽ ഇതുപോലെ നമുക്ക് സെറ്റായി കിട്ടും. അതിനുശേഷം നമുക്ക് നമ്മുടെ വിൻഡ് സ്ക്രീനും കൂടി ഇതിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി സെറ്റായി. നമുക്ക് ഈ ഭാഗം ഇങ്ങനെ അൺസ്ക്രൂ ചെയ്തിട്ട് അവിടെ നമുക്ക് നമ്മുടെ LR ബാറ്ററി ഇൻസേർട്ട് ചെയ്യാം. ഇത് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ അകത്ത് ചെറിയൊരു പുൾ ടാബ് പോലൊരു സാധനമുണ്ട്. അതിൻ്റെ മുകളിൽ കൂടി വേണം ഇത് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഇത് നമ്മൾ ബാറ്ററി ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്കിത് പുള്ളൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതിന് വേണ്ടിയാണ് ഇങ്ങനൊരു പുൾ ടാബ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ബാറ്ററി വെച്ചതിന് ശേഷം പഴയ പോലെ അൺസ്ക്രൂ ചെയ്ത ഭാഗം വീണ്ടും സ്ക്രൂ ബാക്ക് ചെയ്യുക. ഈ സ്വിച്ച് വഴിയാണ് നമ്മൾ ഇതിൻ്റെ മോഡ് ചേഞ്ച് ചെയ്യുന്നത്. ക്യാമറ മോഡിലേക്കോ അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ മോഡിലേക്കോ ചേഞ്ച് ചെയ്യുന്നത് ഈ ബട്ടൺ വഴിയാണ്. മുകളിലേക്ക് ആക്കിയാൽ ക്യാമറ മോഡും താഴോട്ടൊക്കെ ആക്കിയാൽ സ്മാർട്ട് ഫോണിലേക്ക് ഉപയോഗിക്കാം. അത്യാവശ്യം നല്ല നീളമുള്ള കേബിളാണ്. നമ്മൾ ദൂരെ നിന്നോ മറ്റോ ഈ മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ ഹെൽപ്ഫുള്ളായിരിക്കും ഈ ഒരു കേബിൾ ലെങ്ത്. നമ്മുടെ ഷർട്ടിൽ ക്ലിപ്പ് ചെയ്താൽ ഇതുപോലെ ഇരിക്കും. ഇത് വേണമെങ്കിൽ നമുക്ക് ഷർട്ടിൻ്റെ അകത്തും വെക്കാം. എന്നാൽ ഞാൻ പ്രിഫർ ചെയ്യുക ഷർട്ടിൻ്റെ പുറത്തോട്ട് വെക്കുന്നതാണ്. ഞാൻ ഈ മൈക്കിൻ്റെയും അതുപോലെ തന്നെ സ്മാർട്ട് ഫോണിൻ്റെയും റെക്കോർഡിംഗ് ക്വാളിറ്റി ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ 2 സാമ്പിൾ ഇടാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഉണ്ട് ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റിയിലെ വ്യത്യാസം. ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നുള്ളത് ബോയ മൈക്കിലൂടെയാണ്. ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നുള്ളത് സ്മാർട്ട് ഫോണിൻ്റെ റെക്കോർഡിംഗ് ഓപ്ഷൻ വഴിയാണ്. അപ്പോൾ ചങ്ക്സ്, ഇതാണ് നമ്മുടെ ബോയ മൈക്ക്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ നോക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ.
അതുപോലെ തന്നെ നമ്മളുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും മറ്റും ഡയറക്റ്റ് നിങ്ങളുടെ മൊബൈലിലോട്ടേക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെല്ല് പോലെയുള്ള ഐക്കണിലോട്ടേക്ക് ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ ഒരു പൊളി ടെക്കുമായി വരുന്നതുവരേക്കും എല്ലാവരും സേഫായിരിക്കുക. ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രം ജീവിക്കുക. മാസ്ക് ധരിക്കുക, ഹാൻഡ് വാഷ് ചെയ്യുക, എല്ലാവരും സേഫായിരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഗുഡ് ബൈ.